ഹായ് ഫ്രണ്ട്സ്, നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് നമ്മുടെ പേരിൽ നിലവിൽ എത്ര സിം കാർഡ് ആക്റ്റീവ് ആണെന്നുള്ളത്. പുതിയ സിം കാർഡ് എടുക്കാൻ പോയപ്പോൾ എൻ്റെ പേരിൽ 5 സിം കാർഡ് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ 5 നമ്പറുകൾ ചെക്ക് ചെയ്തപ്പോൾ അതിൽ പലതും ഉപയോഗിക്കുന്നില്ല, സിം കാർഡ് എവിടെയെന്ന് പോലും അറിയില്ല. അപ്പോൾ അത്രയും സിം കാർഡുകൾ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് പുതിയ സിം കാർഡ് എടുത്തത്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, അതായത് നമ്മുടെ പേരിൽ ഓൾറെഡി സിം കാർഡ് ഉണ്ടെങ്കിൽ അത് പക്ഷേ വേറെ ആൾ ഉപയോഗിക്കുന്നുണ്ടാവും, നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ടെലികോം അതോറിറ്റി ഒരു വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടോ ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്തിട്ട് നമ്മുടെ പേരിലുള്ള സിം കാർഡുകളൊക്കെ കാണാൻ പറ്റും. അതിൽ തന്നെ ഡിസ്കണക്ട് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലോ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കുക. ക്രോം ബ്രൗസർ തുറന്നിട്ട് ഇവിടെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ് സഞ്ചാർ സാത്തി എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഈ സഞ്ചാർ സാത്തിയിൽ ഫസ്റ്റ് കാണുന്ന ഈ ഒരു വെബ്സൈറ്റാണ് sancharsati.gov.in എന്നുള്ള സൈറ്റിലാണ് നമ്മൾ കയറേണ്ടത്. ആ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ കാണാൻ പറ്റും. ഇതിൽ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ സിറ്റിസൺ സെൻട്രിക് സർവീസ് എന്നുള്ള ഹെഡിങ്ങിന് താഴെ നോ മൊബൈൽ കണക്ഷൻസ് ഇൻ യുവർ നെയിം എന്നുള്ള ഈ ഒരു ഐക്കൺ മൂന്നാമത്തെ ഇതിൽ കയറുക. ഇതിൽ കയറിയ ശേഷം ഇവിടെ നമ്മുടെ മൊബൈൽ ഫോണിനാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ OTP വന്നു. നമ്മൾ ഏത് നമ്പറാണ് കൊടുത്തത് അതിലേക്കാണ് OTP വരിക. OTP അടിച്ച് ലോഗിൻ ചെയ്തപ്പോൾ എൻ്റെ പേരിൽ ഈ ഒരു സിമ്മ് ഉള്ള ആധാറിൻ്റെ പേരിൽ 4 സിമ്മുകൾ ആക്റ്റീവ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇത് 4ഉം നിലവിൽ ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക. ഇതിലേതെങ്കിലും നമ്പർ നമ്മളുടെ എല്ലാം നമുക്ക് തോന്നുമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് നമ്മുടെ പേരിൽ എത്ര സിം കാർഡ് ഉണ്ടെന്ന് നോക്കുക, എന്നിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ളത് ഡിസ്കണക്ട് ചെയ്യുക എത്രയും പെട്ടെന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അതും എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ട് കാണും. അതുവരേക്കും ബൈ.